നമസ്കാരം, എക്സാക്ട് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രജീഷ് ടെലി. നമ്മളിന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത് PSC ഉദ്യോഗാർത്ഥികൾക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും ഒരേപോലെ പ്രയോജനകരമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ടോപ്പിക്കാണ്. കണ്ടീഷണൽ സെന്റൻസസ് അഥവാ ഇഫ് ക്ലോസ്. നമ്മളിത് വളരെ ലളിതമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ എന്താണ് കണ്ടീഷണൽ സെന്റൻസ് അഥവാ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്? ആ വാക്കിന്റെ അർത്ഥം തന്നെ ഇഫ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? എങ്കിൽ. ദാറ്റ് മീൻസ് ദർ ഇസ് എ കണ്ടീഷൻ. ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കും എന്ന് പറയുമ്പോൾ ഞാൻ പഠിപ്പിക്കുകയാണെങ്കിലേ നിങ്ങൾ പഠിക്കൂ. അതായത് എന്താണ്? അവിടെ ഒരു കണ്ടീഷനാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കും എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷനാണ്. അപ്പോൾ കണ്ടീഷൻ അങ്ങനെയുള്ള സെന്റൻസുകൾ നമുക്കിത് പറയാം കണ്ടീഷണൽ സെന്റൻസ് അഥവാ ഇഫ് ക്ലോസ് എന്ന് പറയാം. അത് ഒരു കാര്യം ചെയ്താൽ മറ്റൊരു പ്രവൃത്തി നടക്കും എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കണ്ടീഷണൽ സെന്റൻസുകൾ ഉപയോഗിക്കുന്നത്. അതായത് അതിൽ രണ്ട് പാർട്ടുണ്ട് ഈ കണ്ടീഷണൽ സെന്റൻസ് അഥവാ ഇഫ് ക്ലോസ്. കണ്ടീഷണൽ സെന്റൻസിന്റെ മറ്റൊരു പേരാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കണ്ടീഷണൽ സെന്റൻസിനെയും രണ്ട് പാർട്ടുണ്ട്. എന്താണ്? സബോർഡിനേറ്റ് ക്ലോസ് എന്നും മറ്റൊരു പാർട്ട് എന്താണ്? മെയിൻ ക്ലോസ് എന്നും പറയുന്നു. അപ്പൊ കണ്ടീഷണൽ സെന്റൻസ് ഹാസ് ടു പാർട്സ്. വാട്ട് ആർ ദേ? സബോർഡിനേറ്റ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ്. ഇപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് മീൻസ് പൂർണ്ണമായ അർത്ഥം നൽകാത്തതും ആ എങ്കിൽ അഥവാ ഇഫ് കണ്ടെയ്ൻ ചെയ്യുന്നതുമായിട്ടുള്ള പാർട്ടാണ്. അതായത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമെങ്കിൽ ആ എങ്കിൽ അവിടെ വന്നു. ആ പാർട്ട് സബോർഡിനേറ്റ് ക്ലോസ്. അതിന് പൂർണ്ണമായ അർത്ഥമില്ല. കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമെങ്കിൽ അവിടെ നിർത്തിയിരിക്കുകയാണ്. പിന്നീടുള്ള കാര്യം എന്താണെന്നുള്ള അറിയണമെങ്കിൽ അതിന് അർത്ഥം വരത്തുള്ളൂ അല്ലേ? അപ്പൊ ആ പൂർണ്ണമായ അർത്ഥം നൽകാത്തതും ആ എങ്കിൽ ഇഫ് കണ്ടെയ്ൻ ചെയ്യുന്ന പാർട്ടിനെ നമുക്ക് എന്ത് പറയാം? സബോർഡിനേറ്റ് ക്ലോസ് എന്നും മറ്റേ പാർട്ടിന് അതായത് പൂർണ്ണമായ അർത്ഥം നൽകുന്ന പാർട്ടിനെ നമ്മൾ എന്ത് പറയുന്നു? മെയിൻ ക്ലോസ് എന്നും പറയുന്നു. അപ്പൊ ഈ രണ്ട് പാർട്ടാണ് സബോർഡിനേറ്റ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമെങ്കിൽ ആ എങ്കിൽ കണ്ടെയ്ൻ ചെയ്ത പാർട്ട് സബോർഡിനേറ്റ് ക്ലോസ്. നിങ്ങൾ പഠിക്കും എന്ന് പറയുമ്പോൾ അതെന്താണ്? മെയിൻ ക്ലോസുമാണ്. അപ്പം ഇതിനെ പറ്റി ഏകദേശം ധാരണയായോ? സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്, മെയിൻ ക്ലോസ് എന്താണെന്നുള്ള കാര്യം. ഈ സെന്റൻസ് നോക്കുക. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. നിങ്ങൾ പഠിക്കുമെങ്കിൽ നിങ്ങൾ പാസ് ആകും അല്ലേ? അവിടെ കണ്ടീഷൻ എന്താണ്? നിങ്ങൾ പഠിക്കുമെങ്കിൽ ആ ഇഫ് കണ്ടെയ്ൻ ചെയ്യുന്ന പാർട്ട് അല്ലേ? അപ്പൊ ഇഫ് കണ്ടെയ്ൻ ചെയ്യുന്നതും പൂർണ്ണമായ അർത്ഥം നൽകാത്തതുമായിട്ടുള്ള പാർട്ടാണ് എന്ത്? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പൂർണ്ണമായ അർത്ഥം നൽകാത്തതും ഇഫ് അടങ്ങുന്നത് അഥവാ എങ്കിൽ അടങ്ങുന്നതുമായിട്ടുള്ള പാർട്ടാണ് സബോർഡിനേറ്റ് ക്ലോസും. മറ്റേ പാർട്ട് എന്ന് പറയും പൂർണ്ണമായ അർത്ഥം നൽകുന്ന ഈ പാർട്ടിനെ നമ്മൾ എന്ത് പറയും? മെയിൻ ക്ലോസ് എന്നും പറയുന്നു. ഈ സബോർഡിനേറ്റ് ക്ലോസ് എപ്പോഴും മെയിൻ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്തേ ഇരിക്കത്തുള്ളൂ. ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുമെങ്കിൽ നിങ്ങൾ പഠിക്കും എന്ന് പറയുമ്പോൾ അതിൽ സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്? മെയിൻ ക്ലോസ് ഏതാണ്? ഞാൻ പഠിപ്പിക്കുമെങ്കിൽ ആ എങ്കിൽ ആണ് ഇഫ് ഐ ടീച്ച് യു അല്ലേ? ആ എങ്കിൽ കണ്ടു ചെയ്യുന്ന പാർട്ട് സബോർഡിനേറ്റ് ക്ലോസും നിങ്ങൾ പഠിക്കും എന്നുള്ളത് എന്താണ്? അത് മെയിൻ ക്ലോസുമാണ്. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്, മെയിൻ ക്ലോസ് എന്താണെന്ന് ഒരു ഏകദേശം ഐഡിയ ആയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കണ്ടീഷണൽ ക്ലോസ് മൂന്നായിട്ട് തരംതിരിക്കാം. പ്രോബബിൾ, ഇംപ്രോബബിൾ ആൻഡ് ഇമ്പോസിബിൾ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ എടുക്കുകയാണ് പ്രോബബിൾ കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷനാണ് പ്രോബബിൾ കണ്ടീഷൻ എടുക്കുകയാണ്. അതായത് പ്രോബബിൾ നടത്തുന്ന സാധ്യത, ഒരു സാധ്യത ഉള്ള കണ്ടീഷനാണ് ഈ പ്രോബബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതെപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. സബോർഡിനേറ്റ് ക്ലോസ് എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. നോക്കിയേ, നമ്മൾ ഇതിന്റെ ഒരു ഫോം ഉണ്ട്. ഇഫ് പ്ലസ് സബ്ജക്റ്റീവ് പ്ലസ് V1. ഈ ഇഫ് ക്ലോസിന്റെ ആണ് സബോർഡിനേറ്റ് ക്ലോസ് ആണ് പറയുന്നത്. ഇഫ് പ്ലസ് സബ്ജക്റ്റീവ് പ്ലസ് V1 എന്നുള്ള സബോർഡിനേറ്റ് ക്ലോസിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസ് എന്ത് വരും? സബ്ജക്റ്റീവ് പ്ലസ് വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 എന്ന ഫോമിൽ വരികയും. അപ്പൊ ഈ ഫോം ഇതേപോലെ പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണക്ക് പഠിക്കുന്നത് പോലെ തന്നെയാണ്. ഈ ഫോം പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തോടെ ഇട്ട് കൊടുത്ത് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രോബബിൾ കണ്ടീഷൻ എപ്പോഴും ഏത് ടെൻസിലായിരിക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും അല്ലേ? സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് എന്നുണ്ടെങ്കിൽ ഇനി സിമ്പിൾ പ്രസന്റ് ആണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? വെർബിലേക്ക് നോക്കിയാൽ മതി. V1 V1 കണ്ടില്ലേ? V1 കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം അല്ലേ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എങ്ങനെയായിരിക്കും വരുന്നത്? സബ്ജക്റ്റിനോടൊപ്പം ഓക്സിലറി വിൽ or shall
ഓർ ക്യാൻ ഓർ മേ പ്ലസ് എഴുതുന്ന വേർബിന്റെ ഒന്നാമത്തെ രൂപമേ എഴുതുവാൻ പാടുള്ളൂ. ഇത് നന്നായിട്ട് വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഏതാണ്? പ്രോബബിൾ കണ്ടീഷൻ. ഈ പ്രോബബിൾ കണ്ടീഷൻ ഏത് ടെൻസിലായിരിക്കും വരുന്നത്? സബോർഡിനേറ്റ് ക്ലോസ് എന്തിനാ? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുന്നു. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? വെർബിലേക്ക് നോക്കുക. അതിന്റെ ഫോം എന്താണ്? സബ്ജക്ട് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1. സബ്ജക്റ്റ് പ്ലസ് V1 എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോമാണ്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മെയിൻ ക്ലോസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. മെയിൻ ക്ലോസിൽ സബ്ജക്റ്റിനോടൊപ്പം എന്ത് എഴുതണം? ഓക്സിലറി ബൈ ഒന്നീ വിൽ, അല്ലെങ്കിൽ ഷാൾ, അല്ലെങ്കിൽ ക്യാൻ, അല്ലെങ്കിൽ മേ, പിന്നീടുള്ള വേർബിന്റെ ഒന്നാമത്തെ രൂപവും. ഇത് വ്യക്തമായിട്ടങ്ങ് പഠിച്ചു വെക്കുക. അപ്പം ഫസ്റ്റ് ടൈപ്പ് ആണ്, ടൈപ്പ് 1 ആണ് പ്രോബബിൾ കണ്ടീഷൻ. അപ്പൊ നമുക്ക് ഉദാഹരണത്തിലേക്ക് കിടക്കാം. ഇഫ് യു സ്റ്റഡി, ആദ്യം പറഞ്ഞ സെന്റൻസിന് വേണ്ടി എടുക്കുകയാണ്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. നോക്കുക, ഇവിടെ സബോർഡിനേറ്റ് ക്ലോസ് ഇഫ് യു സ്റ്റഡി വെല്ലും മെയിൻ ക്ലോസ് യു വിൽ പാസ് ആണ് അല്ലേ? നമ്മൾ നോക്കുക, ഫസ്റ്റ് കണ്ടീഷൻ ആണ് പ്രോബബിൾ കണ്ടീഷൻ. ഇത് ഫസ്റ്റ് കണ്ടീഷൻ ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിലെ വേർബിലേക്ക് നോക്കിയാൽ മതി. സ്റ്റഡി എന്നുള്ളത് എത്രാമത്തെ രൂപമാണ് വേർബിന്റെ? V1 ആണോ V2 ആണോ V3 ആണോ? സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. ഇത് V1 ഫോം ആണ് അല്ലേ? V1 ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ആണ് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1. ഏത് ഫോമാണത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലേ? അപ്പം സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ക്ലോസിൽ എന്തേ വരത്തുള്ളൂ? മെയിൻ ക്ലോസിൽ സബ്ജക്റ്റിനോടൊപ്പം എന്ത് വരും? ഓക്സിലറി ബൈ വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ, ഏതാണ്? വില്ല് പ്ലസ് V1 പാസ്. അത് എന്താണ്? V1 ആണ് അല്ലേ? അപ്പൊ നോക്കുക, ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ യു വിൽ പാസ്, നീ പാസ് ആവും അല്ലേ? നീ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ പാസ്സാവും എന്നുള്ളത് എന്താണ്? അതൊരു പ്രോബബിൾ കണ്ടീഷൻ ആണ്. അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. പഠിക്കുകയാണെങ്കിൽ പാസ്സാകും എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ? ഇനി നോക്കുക, അപ്പൊ ആ ഫസ്റ്റ് ഫോം നോക്കി, പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 അല്ലേ? ഇത് കാണുമ്പോൾ നമുക്ക് ഉറപ്പാണ്. ഈ V1 കാണുമ്പോൾ നമുക്ക് ഉറപ്പാകും എന്താണ്? ഇത് ഫസ്റ്റ് കണ്ടീഷൻ അഥവാ പ്രോബബിൾ കണ്ടീഷൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പ്രോബബിൾ കണ്ടീഷൻ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ നിങ്ങൾ നോക്കുക, ഓക്സിലറി ബൈ വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 എന്ന ഫോമിൽ നിങ്ങൾ എഴുതുവാൻ പാടുള്ളൂ. അപ്പോൾ ഓപ്ഷനകത്ത് വില്ലോ ഷാളോ ക്യാനോ ഏതെങ്കിലും ഒരെണ്ണം കാണും. ഈ വില്ലിന്റെ സ്ഥാനത്ത് ഷാളോ ക്യാനോ മേയോ വന്നാലും അവിടെ അർത്ഥവ്യത്യാസം വരും എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ബാക്കിയെല്ലാം. വില്ലിന്റെ പകരമായിട്ട് നമുക്ക് ക്യാൻ ഉപയോഗിക്കാം, ഷാൾ ഉപയോഗിക്കാം, മേ ഉപയോഗിക്കാം. ഓരോ സാഹചര്യം അനുസരിച്ച് അർത്ഥവ്യത്യാസം നമ്മൾ മനസ്സിലാക്കി അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഉദാഹരണത്തിലേക്ക് പോകാം. ഇഫ് യു ഇൻവൈറ്റ് മീ ഐ വിൽ കം. നോക്കുക, ഇഫ് യു ഇൻവൈറ്റ് മീ, ആ ഇഫ് കണ്ടു ചെയ്യുന്ന പാട്ടാണ്. ഇത് സബോർഡിനേറ്റ് ക്ലോസ് അല്ലെ? ഇത് മെയിൻ ക്ലോസ് അല്ലേ? നമ്മൾ നോക്കുക, ഈ സബോർഡിനേറ്റ് ക്ലോസ് ഏത് ടെൻസിലാണെന്ന് നോക്കുക. അതായത് ഫസ്റ്റ് കണ്ടീഷൻ ആണോ എന്നുള്ളത് നമുക്ക് അറിയണ്ടേ? അതിനോട് നമ്മൾ എന്ത് ചെയ്യും? പ്രോബബിൾ കണ്ടീഷൻ ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. വേർബിലേക്ക് നോക്കുക. ഏത് കണ്ടീഷൻ ആയാലും നിങ്ങൾ വേർബിലേക്ക് മാത്രം നോക്കിയാൽ മതിയാവും. വേർബ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്? V1 ആണെന്നുള്ള കാര്യം മനസ്സിലായി അല്ലേ? വേർബ് ഇൻവൈറ്റ്, ഇൻവൈറ്റഡ്, ഇൻവൈറ്റഡ് എന്നാണ് ഫോം. അപ്പോൾ ഇൻവൈറ്റ് ഫസ്റ്റ് ഫോം കണ്ടപ്പോൾ നമുക്ക് ഉറപ്പായത് V1 ആണെന്ന് ഉറപ്പായി. ഇത് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1. അപ്പോൾ ഏത് കണ്ടീഷനാണ്? പ്രോബബിൾ കണ്ടീഷൻ അല്ലേ? സബോർഡിനേറ്റ് ക്ലോസ് പ്രോബബിൾ കണ്ടീഷൻ സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്? ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 എന്ന് പറയുന്ന ഫോമിലാണ്. അപ്പോൾ ഇത് പ്രോബബിൾ കണ്ടീഷൻ നമുക്ക് ഉറപ്പായി. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് ഉറപ്പായി. ഇവിടെ സിമ്പിൾ പ്രസന്റ് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസ് എന്തേ വരത്തുള്ളൂ? വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 എന്ന് പറയുന്ന ഫോമിലെ വരത്തുള്ളൂ. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? ഓക്സിലറി ബൈ വില്ലോ ഷാളോ ക്യാനോ മേയോ എടുത്തിട്ടുണ്ട്. വില്ല് എളുപ്പമുണ്ട്. അപ്പോൾ എന്താണ്? ഇത് മെയിൻ ക്ലോസിൽ വില്ല് വന്നു അല്ലയോ? ഇവിടെ വില്ല് വരാൻ കാരണം എന്താണ്? ഈ ഇൻവൈറ്റ് V1 ആയതുകൊണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം എന്താണത്? പ്രോബബിൾ കണ്ടീഷൻ ആണ് നമുക്ക് പറയാം. പ്രോബബിൾ കണ്ടീഷൻ ആണെന്ന് ഉറപ്പിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ ക്ലോസിൽ സബ്ജക്റ്റിനോടൊപ്പം എന്ത് ചെയ്യണം? ഓക്സിലറി ബൈ ഈ വില്ല് നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നീട് വെർബിന്റെ ഒന്നാമത്തെ രൂപം കം, കം, കെയിം, കം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഉദാഹരണം മനസ്സിലാക്കി കാണുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1, മെയിൻ ക്ലോസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 എന്താണ്? വില്ല് എടുത്ത് എഴുതി പ്ലസ് V1. അപ്പം ഇഫ് യു ഇൻവൈറ്റ് മീ, നീ എന്നെ ക്ഷണിക്കുകയാണെങ്കിൽ ഐ വിൽ കം, ഞാൻ വരും. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ ആണ് ഇംപ്രോബബിൾ കണ്ടീഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചു പ്രോബബിൾ കണ്ടീഷൻ പഠിച്ചു. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഇംപ്രോബബിൾ കണ്ടീഷൻ. അതേ ടെൻസിലാണ് വരുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് വരുന്നത്.
പ്രോബബിൾ കണ്ടീഷൻ സിമ്പിൾ പ്രസന്റിൽ വന്നപ്പോൾ ഇംപ്രോബബിൾ സെക്കൻഡ് കണ്ടീഷൻ എന്ത് വന്നു? സിമ്പിൾ പാസ്റ്റിൽ വന്നു. സിമ്പിൾ പ്രസന്റ് ഫോം സബ്ജക്റ്റ് പ്ലസ് V1 എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റിന്റെ ഫോം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V2 അല്ലേ? നമ്മൾ നോക്കുക, അതിനൊരു ഫോം ഉണ്ട്, ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2. സബോർഡിനേറ്റ് ക്ലോസ് എന്ത് വരും? ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ മെയിൻ ക്ലോസ് എന്ത് വരും? സബ്ജക്റ്റ് പ്ലസ് വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 എന്ന് പറയുന്ന ഫോമിൽ വരും. മറ്റേതിന് നേരെ തിരിച്ച് പാസ്റ്റിലേക്ക് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നോക്കുക, നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിലോട്ട് നോക്കുമ്പോൾ വേർബിന്റെ രണ്ടാമത്തെ രൂപം കാണുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പാസ്റ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരും? സബ്ജക്റ്റിനോടൊപ്പം വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 എന്ന് പറയുന്ന ഫോമിൽ വരും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ വില്ലോ ഷാളോ ക്യാനോ മയോ വന്നപ്പോൾ എന്ത് ചെയ്തു? സെക്കൻഡ് കണ്ടീഷനിൽ അതിന്റെ പാസ്റ്റ് ആയ വുഡോ ഷുഡോ കുഡോ മൈറ്റോ പ്ലസ് V1 എന്നും വന്നു. ഓക്കെ ആണല്ലോ. അപ്പം ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അപ്പോൾ സെക്കൻഡ് കണ്ടീഷന്റെ നമുക്ക് ഉദാഹരണം ചെയ്ത് പഠിക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ പഠിച്ചു, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എന്ന് പഠിച്ചപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. നമുക്ക് ഈ ഒരു സെന്റൻസ് കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ ആണോ സെക്കൻഡ് കണ്ടീഷൻ ആണോ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നിങ്ങൾ നോക്കുക, നമ്മൾ ഫോം നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സ്റ്റഡീഡ് എന്താണ്? V2 ആണ് അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലാവും സബ്ജക്റ്റ് പ്ലസ് V2 ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം. സിമ്പിൾ പാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ എന്തേ വരത്തുള്ളൂ? സബ്ജക്റ്റിനോടൊപ്പം ഓക്സിലറിയായ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 എന്ന് പറയുന്ന ഫോമിലായിരിക്കും വരുന്നതാണ് വുഡ്. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2 സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് ഇംപ്രോബബിൾ കണ്ടീഷൻ ആണ്, സെക്കൻഡ് കണ്ടീഷൻ ആണ് നമുക്ക് മനസ്സിലാക്കാം. മെയിൻ ക്ലോസിൽ അപ്പോൾ എന്ത് വരും? സബ്ജക്റ്റിനോടൊപ്പം എന്താ വരത്തുള്ളൂ? വുഡേ വരത്തുള്ളൂ. അപ്പം ഫസ്റ്റ് കണ്ടീഷനിൽ വില്ല് വന്നപ്പോൾ ഇവിടെ എന്തോ സെക്കൻഡ് കണ്ടീഷൻ തോന്നുന്നു വുഡ് വന്നു അല്ലേ? വുഡ് വന്നു പ്ലസ് V1 തന്നെ വന്നു പ്ലസ് V1. ഓക്കെ ആണല്ലോ. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2 മെയിൻ ക്ലോസ് സബ്ജക്റ്റ് പ്ലസ് വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റിനകത്ത് വുഡ് എഴുതി പ്ലസ് പാസ് പ്ലസ് V1 എഴുതി. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്തൊരു ഉദാഹരണത്തിലേക്ക് പോകാം. മുമ്പേ ചെയ്ത അതേ ഉദാഹരണം വീണ്ടും ചെയ്യുവാണ്. If you invited me, I would come. ഇവിടെ കാര്യം എന്താണ്? if plus subject plus V2. if plus subject plus V2. കാരണം എന്താണ്? നോക്കുക, ഇത് സെക്കൻഡ് കണ്ടീഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് കണ്ടീഷൻ ആകുമ്പോൾ എന്തോന്നു? ഇവിടെ V2 എഴുതാൻ പാടുള്ളൂ. ഇവിടെ V1 എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വുഡിന് പകരം വില്ലാക്കേണ്ടി വരും. അപ്പൊ ഇവിടെ എന്താണ്? സെക്കൻഡ് കണ്ടീഷൻ ആയതുകൊണ്ട് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2 എന്ന് പറയുന്ന ഫോമിൽ വന്നു. അപ്പൊ എന്ത് ചെയ്തു? ഐ വുഡ് കം എന്ന് എഴുതി. ഇവിടെ എഴുതി നമ്മൾ വുഡ് എഴുതി. കാര്യം എന്താണ്? ഇവിടെ V2 വന്നുകൊണ്ട് ഇവിടെ വുഡ് വരണം. ഇവിടെ V1 ആയിരുന്നെങ്കിലോ ഇവിടെ വില്ലേ വരത്തുള്ളൂ. പിന്നെ അടുത്തതാണ് ഇഫ് യു ഇൻവൈറ്റഡ് മീ. നീ എന്നെ വിളിച്ചിരുന്നു എങ്കിൽ. മുമ്പേ ആണെങ്കിൽ എന്ത് പറയും? വിളിക്കും എങ്കിൽ എന്ന് പറയും അല്ലേ? ഇവിടെ എന്ത് പറയും? ഇഫ് യു ഇൻവൈറ്റഡ് മീ മീൻസ് നീ എന്നെ വിളിച്ചിരുന്നു എങ്കിൽ. കഴിഞ്ഞു പോയ കാര്യം, വിളിച്ചില്ല, കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലേ? പാസ്റ്റ് ടെൻസ്. നീ എന്നെ വിളിച്ചിരുന്നു എങ്കിൽ ഐ വുഡ് കം, ഞാൻ വരുമായിരുന്നു. യഥാർത്ഥി നീ എന്നെ വിളിച്ചതുമില്ല, ഞാൻ വന്നതുമില്ല. നീ വിളിച്ചിരുന്നു എങ്കിൽ ഞാൻ വരുമായിരുന്നു. ഈ സെൻസ് നോക്കി. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? നീ നന്നായിട്ട് പഠിച്ചിരുന്നു എങ്കിൽ യു വുഡ് പാസ്, നീ പാസ്സാകുമായിരുന്നു. അപ്പം നന്നായിട്ട് പഠിച്ചില്ല, പാസ്സായില്ല, അതാണ് അർത്ഥമാക്കുന്നത് അല്ലേ? നന്നായിട്ട് പഠിച്ചിരുന്നു എങ്കിൽ നീ എക്സാം പാസ്സാകുമായിരുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? ഇഫ് യു ഇൻവൈറ്റഡ് മീ ഐ വുഡ് കം എന്ന് പറയുമ്പോൾ നീ എന്നെ ക്ഷണിച്ചിരുന്നു എങ്കിൽ, പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയി, ക്ഷണിച്ചിരുന്നു എങ്കിൽ ഞാൻ വരുമായിരുന്നു, ഐ വുഡ് കം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഫസ്റ്റ് കണ്ടീഷനിൽ വെർബിന്റെ ഒന്നാമത്തെ രൂപമാണെങ്കിൽ ഒന്നാമത്തെ രൂപമായിരിക്കും. അപ്പൊ മെയിൻ ക്ലോസ് എന്ത് വരും? വില്ലോ ഷാളോ ക്യാനോ മേയോ പ്ലസ് V1 ആയിരിക്കും വരുന്നത്. ഇവിടെ വില്ല് വരും അല്ലേ? അപ്പൊ എന്താണ് പറയുന്നത്? അതൊരു കാര്യം നടക്കുമെങ്കിൽ, അതായത് നീ പഠിക്കുമെങ്കിൽ നീ എക്സാം പാസ്സാകും എന്ന് പറയാൻ വേണ്ടി. നേരെ മറിച്ച് ഇവിടെ നോക്കിയ സെക്കൻഡ് കണ്ടീഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു? വെർബിന്റെ രണ്ടാമത്തെ രൂപം വന്നു, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ മെയിൻ ക്ലോസിൽ വില്ലിന് പകരം എന്ത് ചെയ്തു? വുഡ് വന്നു. ഷാളാണെങ്കിൽ അതിന് പകരം ഷുഡ് വരും, ക്യാൻ ആണെങ്കിൽ അതിന് പകരം കുഡ് വരും, മേ ആണെങ്കിൽ അതിന് പകരം മൈറ്റ് വരും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്. ഇഫ് യു ഇൻവൈറ്റഡ് മീ ഐ വുഡ് കം. നീ എന്നെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഞാൻ വരുമായിരുന്നു എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്.
അപ്പോൾ രണ്ടിന്റെ അർത്ഥ വ്യത്യാസം ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും, അതായത് പ്രോബബിൾ കണ്ടീഷനും ഇംപ്രോബബിൾ കണ്ടീഷനും ആ ഒരു വ്യത്യാസം മനസ്സിലായോ? രണ്ടിന്റെ ഫോമും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത മൂന്നാമത്തെ കണ്ടീഷനാണ് ഇംപോസിബിൾ കണ്ടീഷൻ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ പഠിച്ചു പ്രോബബിൾ, സെക്കൻഡ് കണ്ടീഷൻ ഇംപ്രോബബിൾ, തേർഡ് കണ്ടീഷൻ ഇംപോസിബിൾ കണ്ടീഷൻ. അസാധ്യമായ കണ്ടീഷനാണ്, ഇത് നടക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു കണ്ടീഷനാണ് ഇംപോസിബിൾ കണ്ടീഷൻ, അല്ലേ? നോക്കിക്കാം, അതായിട്ട് വരും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരും. ഇംപോസിബിൾ കണ്ടീഷൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരും. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബി3 എന്നായിരിക്കും, അല്ലേ? നോക്കുക, നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിലേക്ക് നോക്കുക. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബി3 എന്നായിരിക്കും അവിടെ സബോർഡിനേറ്റ് ക്ലോസ് വരുന്നത്. അപ്പൊ ഈ ഹാഡ് പ്ലസ് ബി3 കാണുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം എന്താണ്? ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഏത് ടൈപ്പാണ് വരുന്നത്? കണ്ടീഷൻ ക്ലോസ് ഏത് ടൈപ്പാണ്? മൂന്നാമത്തെ ടൈപ്പാണ് വരുന്നത്. ഇംപോസിബിൾ കണ്ടീഷൻ ആയിരിക്കും വരുന്നത്, അല്ലേ? അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, നമുക്ക് ഇംപോസിബിൾ കണ്ടീഷൻ ആണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്ത് വരും? സബ്ജക്റ്റിനോടൊപ്പം വുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ് ഓർ കുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് പ്ലസ് ബി3 വെർബിന്റെ മൂന്നാമത്തെ രൂപമായിരിക്കും വരുന്നത്. ബാക്കി രണ്ട് കണ്ടീഷനിൽ വെർബിന്റെ ഒന്നാമത്തെ രൂപമാണെങ്കിൽ ഇവിടെ ടൈപ്പ് 3 വരുമ്പോൾ ഇവിടെ വെർബിന്റെ മൂന്നാമത്തെ രൂപമായിരിക്കും വരുന്നത്, അല്ലേ? അപ്പൊ നോക്കുക, ഇംപോസിബിൾ കണ്ടീഷൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും വരുന്നത്. അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിങ്ങൾ വെർബിന്റെ മൂന്നാമത്തെ രൂപം നോക്കിയാൽ മതി. വെറും മൂന്നാമത്തെ രൂപമാണ് ഹാഡ് പ്ലസ് ബി3. ഈ ഫോം ഹാഡ് പ്ലസ് ബി3 ഫോം കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പാക്കാം എന്താണ്? ഇത് ടൈപ്പ് 3 ആണ്, ഇംപോസിബിൾ കണ്ടീഷൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരും നിങ്ങൾ വിചാരിക്കുക? വുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ് നിങ്ങൾ മനസ്സിലാക്കി തന്നെ ചെയ്യുക. ഈ മൂന്ന് കണ്ടീഷനും ഈ ഫോംസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. മൂന്ന് കണ്ടീഷന്റെ ഫോം നന്നായിട്ട് പഠിച്ചു വെക്കുക. അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യുവാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. നിങ്ങൾ നോക്കുക, ഇത് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ ടൈപ്പ് 3 ആണോ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഇതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നിങ്ങൾ വെർബിലേക്ക് നോക്കുക. ഇവിടെ നോക്കിയേ, ഹാർഡ് പ്ലസ് ബി3, സ്റ്റഡി സ്റ്റഡീഡ് സ്റ്റഡീഡ്, അല്ലേ? ഇവിടെ വന്നത് ഹാർഡ് പ്ലസ് ബി3 ആവുന്നത്. ഹാർഡ് പ്ലസ് ബി3 വരുമ്പോൾ നമുക്ക് ഉറപ്പായി എന്താണ്? ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് നമുക്ക് ഉറപ്പായി, അല്ലേ? അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഏത് ടൈപ്പ് ആയിരിക്കും? ടൈപ്പ് 3 ആയിരിക്കും, അല്ലേ? ടൈപ്പ് 3 ആകുമ്പോൾ നമുക്ക് പറയാം എന്താണ്? ഇംപോസിബിൾ കണ്ടീഷൻ ആണ് നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പൊ മെയിൻ ക്ലോസിൽ നിങ്ങൾ സബ്ജക്റ്റിനോടൊപ്പം എന്തെഴുതും? വുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ്. വുഡ് ഹാവ് എഴുതി, വുഡ് ഹാവ് പ്ലസ് ബി3 പിന്നീടുള്ള വെർബിന്റെ മൂന്നാമത്തെ രൂപം പാസ്ഡ് ബി3 എഴുതി. v1 v2 v3 ആണ് പാസ്ഡ് പാസ്ഡ് v3 ഫോം എഴുതി, അല്ലേ? ഇതിന്റെ അർത്ഥം എന്താണ്? ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, നീ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ യു വുഡ് ഹാവ് പാസ്ഡ്, നീ ജയിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നീ പാസ്സായിട്ടുണ്ടാകും, അല്ലേ? നീ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ നീ പാസ്സായിട്ടുണ്ടായിരിക്കും, പറയില്ലേ? അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ ഇത് ഫസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. സ്റ്റഡി v1 വന്നപ്പോൾ അവിടെ വിൽ എഴുതി, അല്ലേ? നീ നന്നായിട്ട് പഠിക്കുമെങ്കിൽ നീ പാസ്സാകും. സെക്കൻഡ് കണ്ടീഷൻ വന്നപ്പോൾ ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. അവിടെ സ്റ്റഡീഡ് v2 വന്നപ്പോൾ അവിടെ നമ്മൾ എന്ത് മെയിൻ ക്ലോസിൽ വുഡ് എഴുതി, അല്ലയോ? നീ നന്നായിട്ട് പഠിച്ചിരുന്നുവെങ്കിൽ നീ പാസ്സായേനും. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ തന്നു, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. ഇവിടെ ഹാഡ് സ്റ്റഡീഡ് ഹാഡ് പ്ലസ് ബി3 ഫോം വന്നുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് ബി3 എഴുതി. നീ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നീ പാസ്സായിട്ടുണ്ടായേനും. ഓക്കെ ആണോ? അപ്പൊ ഈ മൂന്ന് കണ്ടീഷനും ഓക്കെ ആണോ? അപ്പൊ മൂന്ന് കണ്ടീഷൻ തിരിച്ചറിയാൻ വേറെ ഒന്നുമില്ല. ഏറ്റവും എളുപ്പമാർഗം ഇതേ ഉള്ളൂ. നിങ്ങൾ വെർബിലേക്ക് നോക്കുക. വെർബ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. v1 ആണെങ്കിൽ ടൈപ്പ് 1 മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് v1 എന്ന് എഴുതുക. ഇനി v2 ആണെങ്കിൽ ടൈപ്പ് 2 മെയിൻ ക്ലോസിൽ വുഡോ ഷുഡോ കുഡോ മൈറ്റോ പ്ലസ് v1 എഴുതുക. ഇനി ഹാഡ് പ്ലസ് v3 ആണെങ്കിൽ ടൈപ്പ് 3 അപ്പൊ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ് ഓർ കുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് പ്ലസ് v3 എന്ന ഫോമിലും എഴുതുക. ഈ ഫോം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഒന്നെങ്കിൽ ഇഫ് ക്ലോസ് എന്നിട്ട് മെയിൻ ക്ലോസ് ചോദിക്കും, അല്ലെങ്കിൽ മെയിൻ ക്ലോസ് എന്നിട്ട് ഇഫ് ക്ലോസ് ചോദിക്കും. ഏതെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം എന്താണ്? നമുക്ക് ഈ മൂന്ന് ഫോമും കറക്റ്റ് ആയിട്ട് അറിയാം. അതറിയാമെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനിയും ഓരോ എക്സാമ്പിൾ നമുക്ക് ഈ മൂന്ന് ഫോമിലൂടെ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സെന്റൻസ് തന്നെ മൂന്ന് രീതിയിൽ നമ്മൾ ചെയ്യണം. നമ്മൾ പഠിച്ച മൂന്ന് ടൈപ്പിലൂടെ പ്രോബബിൾ കണ്ടീഷൻ,
ഇംപ്രോബബിൾ കണ്ടീഷൻ ആൻഡ് ഇമ്പോസിബിൾ കണ്ടീഷൻ. ഒരു സെന്റൻസിനെ 3 കണ്ടീഷനിലൂടെ ഞാൻ ഇവിടെ ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് ഐ കോൾ ഹെർ ഷീ വിൽ കം. ഇഫ് ഐ കോൾ ഹെർ, ഞാൻ അവളെ വിളിക്കുകയാണെങ്കിൽ, ഷീ വിൽ കം, അവൾ വരും. സെക്കൻഡ് കണ്ടീഷൻ അതെന്താണ്? പ്രോബബിൾ കണ്ടീഷൻ, ടൈപ്പ് 1. ഇനി ടൈപ്പ് 2 എന്താണ്? ഇഫ് ഐ കോൾഡ് ഹെർ ഷീ വുഡ് കം. ഞാൻ അവളെ വിളിച്ചിരുന്നുവെങ്കിൽ അവൾ വരുമായിരുന്നു. ഷീ വുഡ് കം, അവൾ വരുമായിരുന്നു. ഇനി ടൈപ്പ് 3, ഇഫ് ഐ ഹാവ് കോൾഡ് ഹെർ ഷീ വുഡ് ഹാവ് കം. ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം 3 ടൈപ്പ് വന്നു. ഇത് നമുക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് ഏത് ടൈപ്പാണ്, ഏത് കണ്ടീഷനാണെന്ന് മനസ്സിലാക്കാൻ ഒരൊറ്റ വഴിയുള്ള, ഏറ്റവും ലളിതമായ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ വെർബിലേക്ക് നോക്കുക. ഇവിടെ നോക്കുക, സബോർഡിനേറ്റ് ക്ലോസ് നമ്മൾ നോക്കുക. വെർബ് കോൾ V1 ആണ്. ഇവിടെ V1 ആണ് എന്നുണ്ടെങ്കിൽ ഇത് ഏത് കണ്ടീഷൻ ആയിരിക്കും? ഇത് പ്രോബബിൾ കണ്ടീഷൻ ആയിരിക്കും. അതായത് വെർബ് V1 ആണെങ്കിൽ പ്രോബബിൾ കണ്ടീഷൻ ആയിരിക്കും. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1. എന്താണ് V1 വന്നത്? എന്താണ്? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ഏത് കണ്ടീഷനാണ്? പ്രോബബിൾ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ അല്ലേ? പ്രോബബിൾ കണ്ടീഷനിൽ ഇവിടെ സിമ്പിൾ പ്രസന്റ് V1 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്തേ വരാൻ പാടുള്ളൂ? വില്ലേ വരാൻ പാടുള്ളൂ. വില്ല് അല്ലെങ്കിൽ അതിന് പരമായ ഷാൾ, ക്യാൻ, മേ. വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1. ഇവിടെ V1 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, വെർബിലേക്ക് നോക്കുക. തന്നിരിക്കുന്ന സെന്റൻസ് ചിലപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് ചെയ്തിട്ട് മെയിൻ ക്ലോസ് ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ തിരിച്ച് മെയിൻ ക്ലോസ് എന്നിട്ടും സബോർഡിനേറ്റ് ക്ലോസ് ചോദിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമാർഗം എന്താണെന്ന് നോക്കുക, വെർബിലേക്ക് നോക്കുക. വെർബ് V1 ആണെങ്കിൽ അത് ടൈപ്പ് 1 ആണ്. മെയിൻ ക്ലോസിൽ വില്ലോ, ഷാളോ, ക്യാനോ, മേവോ പ്ലസ് V1 ആയിരിക്കും. ഇനി അടുത്ത സെക്കൻഡ് നോക്കുക. ഇഫ് ഐ കോൾഡ് ഹെർ ഷീ വുഡ് കം. ഇഫ് ഐ കോൾഡ് എന്താണ്? V2 ഫോം ആണ്. ഇവിടെ V1 ആയപ്പോൾ ഇവിടെ വില്ല് വന്നു. അപ്പോൾ V2 ആകുമ്പോൾ എന്തായിരിക്കും? അത് ടൈപ്പ് 2 ഇംപ്രോബബിൾ കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ മെയിൻ ക്ലോസ് എന്തേ വരത്തുള്ളൂ? വുഡേ വരത്തുള്ളൂ അല്ലേ? അപ്പൊ V1 ആയപ്പോൾ വില്ല് വന്നു. V2 ആയപ്പോൾ വുഡ്, അല്ലെങ്കിൽ അതിന് പകരമായി എന്താണ്? ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് ഓർ പ്ലസ് V1. V1 അല്ലേ? അപ്പം ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2, ദാറ്റ് മീൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അതായത് എന്താണ്? ഇംപ്രോബബിൾ കണ്ടീഷൻ. മെയിൻ ക്ലോസിൽ അപ്പോൾ എന്ത് തോന്നും? സബ്ജക്റ്റിനോടൊപ്പം വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1. അതിനകത്താണ് നമുക്ക് എഴുതി പ്ലസ് V1. അപ്പോൾ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത മൂന്നാമതിലേക്ക് പോകാം. ഇഫ് ഐ ഹാഡ് കോൾഡ് ഹെർ ഷീ വുഡ് ഹാവ് കം. ഇഫ് ഐ ഹാഡ് കോൾഡ് ഹെർ, ഇവിടെ നോക്കുക. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. കോൾഡ് V3 ഫോം ആണ് അല്ലേ? ഇവിടെ V1 വന്നപ്പോൾ ഇവിടെ വില്ല് വന്നു. V2 വന്നപ്പോൾ വുഡ് വന്നു. ഇവിടെ V3 ഹാർഡ് പ്ലസ് V3 ഫോം വന്നപ്പോൾ ഹാർഡ് പ്ലസ് V3 ഫോം വന്നപ്പോൾ മെയിൻ ക്ലോസ് എന്ത് വന്നു? വുഡ് ഹാവ് വന്നു. പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ രൂപം കം, കെയിം, കം, മൂന്നാമത്തെ രൂപം അല്ലേ? അപ്പൊ എന്ത് നോക്കിക്കേ, ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് V3. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, നമുക്ക് ഉറപ്പായി അല്ലേ? അപ്പോൾ ഏത് കണ്ടീഷനാണ്? ടൈപ്പ് 3 ആണ്. മൂന്നാമത്തെ കണ്ടീഷനാണ്, നമുക്ക് ഉറപ്പായി. മൂന്നാമത്തെ കണ്ടീഷൻ ടൈപ്പ് 3 ഇമ്പോസിബിൾ കണ്ടീഷൻ വരുമ്പോൾ മെയിൻ ക്ലോസിൽ എന്ത് വരും? സബ്ജക്റ്റിനോടൊപ്പം വുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3. അതിവിടെ വുഡ് ഹാവ് എഴുതി പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ രൂപം എഴുതി. അപ്പോൾ ഈ 3 കണ്ടീഷനും ഓക്കെ ആയോ? നിങ്ങൾക്ക് എങ്ങനെയാണ് തരുന്നത്, ഏതാണ് ചോദിക്കുന്നത്, അതിന് ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് നോക്കി കറക്റ്റായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. ഒന്നുമില്ല, വെർബിലേക്ക് നോക്കിയാൽ മതി. വെർബ് V1 ആണോ? വില്ല്. വെർബ് V2 ആണോ? വുഡ്. വെർബ് ഹാഡ് പ്ലസ് V3 ആണോ? വുഡ് ഹാവ്. ഓക്കെ ആണോ? അല്ലെങ്കിൽ ഇതിന് തുല്യമായിട്ടുള്ള ഷാളോ, ക്യാനോ, മേയാന്റെ ഫോം വെച്ച് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ 3 ഫോമും കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. അങ്ങനെ കറക്റ്റായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അത് ഏത് ടെൻസ് ആണ്, ഏത് ടൈപ്പ് ആണെന്നുള്ള കാര്യം, ഏത് കണ്ടീഷൻ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. നമ്മൾ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കണ്ടീഷനാണ് സീറോ കണ്ടീഷണൽ അഥവാ ജനറൽ ട്രൂത്ത്. ദാറ്റ് മീൻസ് നമ്മുടെ ജനറൽ ട്രൂത്ത്, ചില പൊതുവായിട്ടുള്ള സത്യങ്ങളുണ്ട് അല്ലയോ, അങ്ങനെയുള്ള കണ്ടീഷൻ കൂടിയുണ്ട് നമുക്ക്. അത് കുറച്ച് എക്സെപ്ഷണൽ കേസുകൾ വരുന്നതാണ്. നോർമൽ നമ്മൾ 3 കണ്ടീഷൻ പഠിച്ചു കഴിഞ്ഞും അത് വെച്ചാണ് സാധാരണ ചോദിക്കുന്നത്. പിന്നീട് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ജനറൽ ട്രൂത്ത് വരികയാണെങ്കിൽ, പൊതു സത്യങ്ങൾ വരികയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? സീറോ കണ്ടീഷണൽ എന്ന് നമുക്ക് വിളിക്കാം. ഉദാഹരണം നോക്കുക. ഇഫ് ഐ ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. ഇഫ് ഐ ഹീറ്റ് ഐസ്, ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഐസ് ചൂടാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് മെൽറ്റ്സ്, അത് ഉരുകുന്നു. ഞാൻ ഐസ് ചൂടാക്കുന്നുവെങ്കിൽ
അത് ഉരുകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലയോ? ഇവിടെ നോക്കിയേ, V1 ആണ്, സിമ്പിൾ പ്രസന്റ് ഫോം തന്നെയാണ്. മെയിൻ ക്ലോസിൽ സാധാരണ ഇവിടെ സിമ്പിൾ പ്രസന്റ് കണ്ടു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്? മെയിൻ ക്ലോസിൽ വില്ലോ, ഷാളോ, ക്യാനോ, മേയോ പ്ലസ് V1 ആണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു പൊതു സത്യമാണ്. ഒരു ഐസ് അല്ലെങ്കിൽ ഞാൻ ഐസ് ചൂടാക്കുകയാണെങ്കിൽ അത് ഉരുകാൻ ചെയ്യും. അതൊരു പൊതു സത്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു കണ്ടീഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് സീറോ കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കുകയും ഇവിടെ എന്ത് ചെയ്യും? സബ്ജക്റ്റ് പ്ലസ് V1 ഫോം തന്നെ ഉപയോഗിക്കുന്നു. സിമ്പിൾ പ്രസന്റ് ഫോം തന്നെ ഇവിടെയും ഉപയോഗിക്കുന്നു. സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മെയിൻ ക്ലോസും നമ്മൾ എന്ത് ചെയ്യുന്നു? സിമ്പിൾ പ്രസന്റ് തന്നെ ഉപയോഗിക്കുന്നു. ഇതിനാണ് എന്ത് പറയുന്നത്? സീറോ കണ്ടീഷണൽ എന്ന് പറയുന്നത്. ഇത് എക്സെപ്ഷണൽ കേസാണ്. നമ്മൾ 3 കേസിൽ നിന്നും ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇപ്പോൾ മറ്റൊരു എക്സെപ്ഷണൽ കേസാണ് ഇമാജിനറി കണ്ടീഷൻസ്. നമ്മൾ 3 എണ്ണമാണ് മെയിനായിട്ടുള്ള 3 എണ്ണം പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു? അത് കഴിഞ്ഞുള്ള മറ്റൊരു കേസ് കൂടി പഠിച്ചു. എന്ത് പഠിച്ചായിരുന്നു? സീറോ കണ്ടീഷൻസ് പഠിച്ചു. അതിനുശേഷം എന്താണ്? മറ്റൊരു എക്സെപ്ഷണൽ കേസാണ് ഇമാജിനറി കണ്ടീഷൻസ്. സാങ്കല്പികമായിട്ടുള്ള സെനൻസുകൾ അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? വുഡ് പ്ലസ് V1 ഫോം ആണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് ഇഫ് ഐ വർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഇഫ് ഐ വർ എ ബേർഡ് ദാറ്റ് മീൻസ് ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. ദാറ്റ് മീൻസ് നമുക്ക് പക്ഷിയാകാൻ പറ്റൂ? ഇല്ല. ദാറ്റ് മീൻസ് നമ്മളപ്പോൾ അവിടെ സാങ്കല്പികമായിട്ട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ സാങ്കല്പികമായ ഒരു സെനൻസ് ആണ് ആദ്യ ഭാഗത്ത് അഥവാ സബോർഡിനേറ്റ് ക്ലോസ് വരുന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസ് എന്തായിരിക്കും? വുഡ് പ്ലസ് V1 ഫോമിലായിരിക്കും നമ്മൾ എഴുതുക. വുഡ് പ്ലസ് V1 ഫോമിലായിരിക്കും എഴുതുക. അപ്പൊ എന്ത് വരും? ഐ വുഡ് ഫ്ലൈ. അപ്പൊ സാങ്കല്പികമായ ഒരു സെനൻസ് ഏത് കണ്ടിലും കണ്ണ് പഠിച്ച് അവിടെ വേറെ ഒന്നും നോക്കണ്ട, കണ്ണ് പഠിച്ച് വുഡ് പ്ലസ് V1 ഫോമിൽ നിങ്ങൾ അങ്ങ് എഴുതി പോവുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിനെ പറഞ്ഞ പേരാണ് ഇമാജിനറി ക്ലോസ്. ഇഫ് ഐ വർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഇത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഐയുടെ കൂട്ടത്തിൽ നോർമൽ കേസിൽ വരുന്നത് ഐ വാസ് ആണ് വരേണ്ടത്. നോർമൽ വരേണ്ടത് ഐ വാസ് ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ വേറെ വരുമ്പോൾ ഓർത്തോണം, ഇമാജിനറി ക്ലോസിൽ മാത്രമേ ഇവിടെ വേറെ നമ്മൾ ഐയുടെ കൂട്ടത്തിൽ യൂസ് ചെയ്യാറുള്ളൂ. ഇത് കാണുമ്പോൾ ഐ വയർ എന്ന് കാണുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം എന്താണിത്? ഇത് ഇമാജിനറി ക്ലോസ് എന്ന് ഉറപ്പാകും. അപ്പോൾ എന്താണ്? നമ്മൾ കണ്ണുമടച്ച് എഴുതുക? വുഡ് പ്ലസ് V1 ഫോം എഴുതി വയ്ക്കുക. ഈ ഇമാജിനറി ക്ലോസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് കണ്ടീഷന്റെ ഒരു ഭാഗമാണ്. സെക്കൻഡ് കണ്ടീഷനിൽ വുഡ് പ്ലസ് V1 അല്ലേ? ഈ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഇഫ് യു ഹെൽപ് ഹിം ഹി ഡാഷ് യു. സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അതുകൾക്ക് നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ഈ ഒരു ചോദ്യം നോക്കാം. ഇഫ് യു ഹെൽപ് ഹിം ഹി ഡാഷ് യു. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ അനുസരിച്ച് കറക്റ്റ് ആയിട്ട് ഏത് കണ്ടീഷനാണെന്ന് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ട് ഇവിടെ പൂരിപ്പിക്കാനാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ നോക്കിയേ, വിൽ ഹെൽപ്പ്. ഓപ്ഷൻ ബി വുഡ് ഹെൽപ്പ്. ഓപ്ഷൻ സി വുഡ് ഹാവ് ഹെൽപ്ഡ്. ഓപ്ഷൻ ഡി ഹെൽപ്സ്. നോക്കുക, നമുക്കിപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് തന്നിട്ടുണ്ട്. ഇഫ് കണ്ടിന്യൂസ് പാർട്ട് സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ് നമുക്ക് തന്നിട്ടുണ്ട്. മെയിൻ ക്ലോസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ അല്ലേ? നമ്മൾ നോക്കുക സബോർഡിനേറ്റ് ക്ലോസ് ഏത് ടൈപ്പ് ആണെന്ന് നോക്കുക. ടൈപ്പ് 1 ആണോ, ടൈപ്പ് 2 ആണോ, ടൈപ്പ് 3 ആണോ? അതായത് പ്രോബബിൾ കണ്ടീഷൻ ആണോ, ഇംപ്രോബബിൾ കണ്ടീഷൻ ആണോ, ഇമ്പോസിബിൾ കണ്ടീഷൻ ആണോ നമ്മൾ നോക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോക്കുക ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബിലേക്ക് നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ വെർബിലേക്ക് മാത്രം നോക്കുക. വെർബ് നോക്കുക. വെർബ് എത്രാമത്തെ രൂപമാണ്? V1 ഫോം ആണ്. വെർബ് V1 ആണ്. വെർബ് V1 ആണെന്നുണ്ടെങ്കിൽ ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. V1 ആണെങ്കിൽ ടൈപ്പ് 1, V2 ആണെങ്കിൽ ടൈപ്പ് 2, ഹാർഡ് പ്ലസ് V3 ആണെങ്കിൽ ടൈപ്പ് 3. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ V1 ആണ്. അപ്പൊ ഇത് ടൈപ്പ് 1 ആണ്. ഫസ്റ്റ് കണ്ടീഷൻ ആണെന്ന് മനസ്സിലായി. V1 ആണെങ്കിൽ മെയിൻ ക്ലോസ് എന്തേ വരത്തുള്ളൂ? വില്ലോ, ഷാളോ, ക്യാനോ, മേ പ്ലസ് V1 എന്ന് പറയുന്ന ഫോമിലായിരിക്കും വരിക. ഇവിടെ വാങ്ങാൻ ആ ഫോം ഏതുണ്ട്? അതാണ് വിൽ ഹെൽപ്പ്. വില്ലോ, ഷാളോ, ക്യാനോ, വിൽ ഹെൽപ്പ്. വിൽ പ്ലസ് V1. അപ്പൊ ആൻസർ എന്തായിരിക്കും? വിൽ ഹെൽപ്പ് ആണ് ആൻസർ. അപ്പം ഇഫ് യു ഹെൽപ്പ് ഹിം ഹി വിൽ ഹെൽപ്പ് യു. അതായിരിക്കും ഇവിടെ ആൻസർ വരിക. അപ്പൊ അടുത്തൊരു ഉദാഹരണത്തിലേക്ക് പോകാം. ഇഫ് ഹി വെന്റ് ദയർ ഹി ഡാഷ് ദം. ഇഫ് ഹി വെന്റ് ദയർ, അവൻ അവിടെ പോയിരുന്നുവെങ്കിൽ ഹി ഡാഷ് ദം അല്ലേ? നിങ്ങൾ നോക്കുക, ഇത് ടൈപ്പ് 1 ആണോ, ടൈപ്പ് 2 ആണോ, ടൈപ്പ് 3 ആണോ നോക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, എന്തിലേക്ക് പോവുക? വെർബിലേക്ക് പോവുക. വെർബ് ഏതാണ്? വെന്റ് ആണ് നടക്കുന്നത്. ഗോ, വെന്റ്, ഗോൺ. അപ്പോ വെന്റിന്റെ എത്രാമത്തെ ഫോമാണ്? V2 ഫോമാണ്, രണ്ടാമത്തെ ഫോമാണ്. V2 ആണെങ്കിൽ ടൈപ്പ് 2, V1 ആണെങ്കിൽ ടൈപ്പ് 1, ഹാർഡ് പ്ലസ് V3 ആണെങ്കിൽ ടൈപ്പ് 3. അപ്പൊ ഇവിടെ എന്താ വന്നത്? V2 ആണ്, ടൈപ്പ് 2 ആണ് അപ്പൊ വന്നിരിക്കുന്നത് അല്ലേ? ടൈപ്പ് 2 ഏതാണ്? ഇംപ്രോബബിൾ കണ്ടീഷൻ ആണ്. അപ്പൊ ടൈപ്പ് 2ന്റെ മെയിൻ ക്ലോസ് എന്ത് വരും? വുഡ് ഓർ, ഷുഡ് ഓർ, കുഡ് ഓർ, മൈറ്റ് പ്ലസ് V1 ആയിരിക്കും അല്ലേ? ഇവിടെ നോക്കിയേ, അങ്ങനെ ടൈപ്പ് 2ന് ബാക്ക് ആയിട്ടുള്ളത് ക്യാൻ മീറ്റ്, കുഡ് മീറ്റ്, കുഡ് ഹാവ് മെറ്റ്, മീറ്റ്സ്. ഇതിനകത്ത് ഏതാണ് നോക്കിയേ? ഇവിടെ ക്യാൻ മീറ്റ് വരത്തില്ല അല്ലേ? ഇവിടെ V2 ആണ്. ഇത് V1 ഫോം അല്ലേ? V2 ആണ്. അപ്പൊ എന്താ വരുന്നത്?
കുഡ് മീറ്റ് ആണ് വരുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? കുഡ് മീറ്റ് ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, ഇഫ് ഹി വെന്റ് ദെയർ ഹി കുഡ് മീറ്റ് ദം. ഇതാണ് ആൻസർ വന്നിരിക്കുന്നത്. നിങ്ങൾ വെർബിലേക്ക് മാത്രം നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.